أحبائي السلام عليكم ورحمة الله وبركاته. فيا أيها الطلاب كيف أنتم طيبون؟ فأنكم في الصف العاشر، فأنتم فزتم إلى الصف العاشر. ما هو الصف العاشر؟ എല്ലാവരും 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു അല്ലേ? ففي هذه السنة أنكم حصلتم على كتاب جديد للصف العاشر. ഈ വർഷം 10ാം ക്ലാസ്സിന് പുതിയ പുസ്തകമാണ് നമുക്ക് പഠിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പുസ്തകം മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ ഇനി ഈ ചാനലിൽ 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ വരും എക്സ്ക്ലൂസീവായിട്ട്. അപ്പോൾ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആക്ടിവിറ്റീസ് അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഫഹാദിഹി അൽ കിതാബുൽ ജദീദ് ലി അൽ ലുഗ അൽ അറബിയ്യ ലിസ്സഫിൽ ആഷിർ. 10ാം ക്ലാസ്സിൻ്റെ പുതിയ പാഠപുസ്തകമാണിത്. അപ്പോൾ നമുക്ക് ഒരു പുതിയ തുടക്കം തന്നെയാണ് ഈ വർഷം മുതൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഓരോതിൻ്റെ ഫഹുനാക്ക സിത്തു വഹദാത്തിൻ എത്രയാ? 6 യൂണിറ്റുകളുണ്ട്. കണ്ടോ, 6 യൂണിറ്റുകളുണ്ട്. അതിലെ ഒന്നാമത്തെ യൂണിറ്റിലെ കുറച്ച് കാര്യങ്ങൾ നഹ്നു അൽയൗം നതഅല്ലം നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, വൈസ്മുൽ വഹദ ഹുനാ മാദാ? ലിഗദിൻ അഫ്ളൽ. ലിഗദിൻ അഫ്ളൽ. ലിഗദ് മാ ഹുവൽ ഗദ്? നമുക്ക് ഓരോന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അവലൻ في الوحدة الأولى هناك أربعة دروس. 4 പാഠഭാഗങ്ങളുണ്ട്. في صفحة الثامنة. في صفحة الثامنة هناك سورة. ما هذه؟ هذه هي الشجرة. هذه هي شجرة. فهناك جانبان للشجرة، جانبان. وهناك ما هذا؟ هذه جافة وهذه خضرة. جافة خضرة. ماذا فهمتم؟ أنا ننقل من سلايد. فأنا أولا أعرض لكم فيديو. هل تحبون الفيديو؟ നമുക്കൊരു വീഡിയോ കാണാം. ഓക്കെ, അതിനുശേഷം ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആശയം കിട്ടും. ഓക്കെ, വീഡിയോ അല്ല, ഒരു ഷോർട്ട് ഫിലിമാണ് അല്ലേ? ഹൽ തുഹിബ്ബൂനൽ ഫിലിമൊക്കെ കാണുന്നവരല്ലേ? ഇപ്പം നമുക്ക് ഫിലിം കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. സ്കൂളിലെ സിന്ധു ടീച്ചർ പ്രകൃതി എന്ന് കേൾക്കുമ്പോൾ ആദ്യം എന്താണ് ഓർമ്മ വരികയെന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തര് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ കോപ്പറേറ്റ് പ്രശ്നമൊന്നും ഇല്ലാതായി പോകും. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണണം. കണ്ടതിന് ശേഷമാണ് നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് വരേണ്ടത് കേട്ടോ. ചിലപ്പോൾ ഷോർട്ട് ഫിലിം കാണില്ല. കാണുന്നില്ലെങ്കിൽ ലിങ്കിൽ വീഡിയോയുടെ ഈ ക്ലാസ്സിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി കാണാം. ഓക്കെ, അത് മുഴുവൻ കാണല്ലേ? ആ കുട്ടി പറയണത് ശ്രദ്ധിക്കണം കേട്ടോ. പ്രകൃതി എന്ന് കേൾക്കുമ്പോൾ ആദ്യം എന്താണ് ഓർമ്മ വരികയെന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തര് ഓരോ ഉത്തരങ്ങളാണ് പറഞ്ഞത്. ആ കുട്ടി പറഞ്ഞത് നിങ്ങൾ പ്രകൃതി എന്ന് കേൾക്കുമ്പോൾ എന്താണ് ആദ്യം എന്താണ് നിങ്ങൾക്ക് ഓർമ്മ വരിക എന്ന് ചോദിച്ചു വന്നിട്ട് സിഞ്ചു ടീച്ചർ. അപ്പം എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് എന്താ ഓർമ്മ വരിക? മാദാ തദ്കുറൂൻ ഇൻദമാ തസ്മഊന അനി ത്വബിയ. ത്വബിയ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? എന്താന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഇതിൻ്റെ ഉത്തരം നോക്കാം. പൂമ്പാറ്റ, പഴങ്ങള്, മരങ്ങള്, അങ്ങനെ പലതും. എന്താ? അൽ ഫറാഷ, അൽ അഷ്ജാർ അല്ലേ? മരങ്ങൾ, അങ്ങനെ പലതും പറഞ്ഞു. പക്ഷെ എന്റെ ഉത്തരം പച്ച എന്നായിരുന്നു. എന്താണ് പച്ച? അൽ ഖുദർ. മഹുവ അൽ ഖുദർ. എൻ്റെ ഓർമ്മ എന്താണ്? ഇൻദമാ അസ്മ അനി ത്വബിയ ഫഅദ്കുർ അവലൻ അൽ ഖുദറ. ഞാൻ ആദ്യമായി ഓർക്കുന്നത് എന്താണ്? പച്ചയാണ് അല്ലേ? പ്രകൃതി നോക്കുമ്പോൾ പച്ചയാണോ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്? ഇവിടെ ഈ കുട്ടി പറയുന്നത് പച്ചയാണെന്നാണ്. നോക്കാം നമുക്ക്. എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് മുസ്തഫയും അനിലൊക്കെ ചോദിച്ചു. അപ്പൊ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഇതുപോലെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് അതിന്റെ ഉത്തരം അറിയാം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ നിറം പച്ചയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും മനോഹരമായ നിറം പച്ചയാണോ? ഹൽ തുവാഫിഖൂന ഹാദ റഅയ്? ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവും? ഏറ്റവും നല്ല നിറം പച്ചയാണോ? പച്ചയാണെന്നാണ്.
നോക്കാലോ എന്താ അതിന് കാരണം. എന്താണെന്നറിയോ? മുത്തശ്ശി പറഞ്ഞത് മുറിവായ മരുന്ന് വെക്കുമ്പോ പച്ച നിറത്തിലേക്ക് നോക്കിയ വേദന അറിയില്ല. വേണ്ട, മുറിവായാൽ പച്ച നിറത്തിലേക്ക് നോക്കിയ ഫമാദ ഫമാനഷുർ അൽ അലം, നമുക്ക് വേദന അനുഭവപ്പെടില്ല എന്നാണ് എൻ്റെ മുത്തശ്ശി ജദ് പറഞ്ഞിട്ടുള്ളത്. പച്ചയാണ് നമ്മുടെ വേദന ഇല്ലാതാക്കുന്നത്. അപ്പൊ പച്ചയല്ലേ ഏറ്റവും നല്ല നിറം? അല്ല, പച്ചയാണ് നമ്മുടെ വേദന ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് ഫല്ലൗനുൽ അഖ്ളർ വല്ലൗൻ അൽ അഹ്സൻ ഔ അൽ അജ്മൽ, മനോഹരമായ നിറം പച്ചയാണെന്നാണ് കുട്ടിയെ പറയുന്നത്. അല്ലേ? ലിമാദ, എന്തുകൊണ്ടായിരിക്കാം പച്ച നല്ല നിറം? പച്ച സത്യത്തിൽ അൽ അമൽ ഹുവ ഷിആറുൻ അൽ അമൽ. അമൽ എന്ന് വെച്ചാൽ, അമൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അമൽ എന്ന് വെച്ചാൽ പ്രതീക്ഷയുടെ ഒരു എന്താണ് ഒരു ചിഹ്നവും കൂടിയാണ് സത്യത്തിൽ എന്താണ് ഈ പച്ച എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. കണ്ടോ? മിനസ് സഹറ ഇലൽ ഖലറ, മിനസ് സഹറ, സഹറ മാ ഹുവ സഹറ, ഡെസേർട്ട്. ഫ്രം ഡെസേർട്ട് ടു അൽ ഖലറ. ഖലറ മതാ അഖ്ലറിന്റെ മുഅന്നസ് രൂപമാണ് ഖലറ ട്ടോ, അതായത് ഗ്രീൻ. ഫ്രം ഡെസേർട്ട് ടു ഗ്രീൻ, ഫ്രം ഡെസേർട്ട് ടു ഗ്രീൻ. അതായത് നമ്മുടെ എന്താണ് ഒരു മോശം കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരു പ്രതീക്ഷയുടെ കാലഘട്ടം നമുക്ക് വരാനുണ്ട് എന്നാണ്. അല്ലേ? നമുക്ക് നമ്മുടെ 10ാം ക്ലാസ് ഫാൻതും ഫി സനത്തിൻ അക്കാദമിയത്തിൻ ജദീദ, പുതിയ ഒരു വർഷത്തിലാണ്. നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങൾ നമ്മൾ പാഠഭാഗങ്ങളിൽ പുറകിലായിരിക്കാം. പക്ഷേ നമുക്കിനി ഒരു പുതിയ പച്ചപ്പിലേക്ക് പോകേണ്ടതുണ്ട്, പുതിയ ഒരു പ്രഭാതത്തിലേക്ക്. ലിഗദിൻ അഫ്ദൽ, അതാണ് നമ്മുടെ എന്തിൻ്റെ പേര് യൂണിറ്റിൻ്റെ പേര്. പുതിയ ഒരു നാളേക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഫഹാദിഹിയ റിസാലത്തു ഹാദിഹിൽ വഹ്ദ. കേട്ടോ? ഈ ഒരു പതിയ പച്ചപ്പിലേക്ക്, ഖലറയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇനി നമ്മുടെ പഴയ കാലങ്ങളും നമ്മൾ ഓർക്കേണ്ടതില്ല. പുതിയ ഒരു ഗദിൻ അഫ്ദൽ ഔ ഗദിൻ അഹ്സൻ, നല്ല ഒരു എന്താണ് പച്ചപ്പിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട് എന്ന മെസ്സേജ് നമുക്ക് ഇന്നിവിടെ കിട്ടുന്നു. ഓക്കെ, ഫഹാദിഹിയ റിസാലത്തു ഹാദിഹി അസ്സൂറ. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസാലകൾ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ടിൽ കുറിക്കണം. ഓക്കെ, അതിനുശേഷം ഹുനാക മന്ദൂമ അനിൽ ഖുലറ, ഒരു പച്ചപ്പ് അല്ലെങ്കിൽ ഒരു പ്രഭാതം. സുബഹ് മഹുവ സുബഹ് അൽ ഫജർ, പ്രഭാതത്തെ ഓർമ്മിപ്പിക്കുന്ന, നല്ലൊരു പ്രഭാതത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കവിതയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. മാഹിയ അഗാനി അറുഗാത്ത്. അഗാനി ഉഗ്നിയത്തുൻ ജമ്മ് ആൻ, ഉഗ്നിയ മത ഉഗ്നിയ സോങ്. അറുആത്ത് റാഇൻ ജമ്മ് റുആത്ത്. റാഇൻ മത എന്താണ് ആട്ടിടയനാണ്. അപ്പം ആട്ടിടയൻ്റെ ഗീതം എന്നാണ്, ആട്ടിടയന്മാരുടെ എന്താണ് പാട്ട് എന്ന ഒരു പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫഹാദിഹി മൻ കതബ അബുൽ ഖാസിം ഷാബി. മൻ ഹുവ അദീബുൻ അറബിയുൻ മഷ്ഹൂർ, ഒരു പ്രസിദ്ധനായ അറബി സാഹിത്യകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് അത് പാട്ടായതുകൊണ്ട് പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. പാട്ടിൻ്റെ കൂടെ മീനിങ്ങും കൂടി വരുന്നുണ്ട്. എന്നാലും മീനിങ് ഞാൻ വൺ വേർഡ് അർത്ഥങ്ങൾ ഓരോന്ന് പിന്നെ പറയും കേട്ടോ. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അത് നമ്മൾ ഈ പാട്ട് നമ്മൾ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. ഒരാൾ പുതിയ സംവിധാനങ്ങളിൽ നമുക്ക് അതൊക്കെ പറ്റും. أقبل الصبح يغني للحياة الناعسة، والربى تحلم في ظل الغصون المائسة، والصبا ترقص أوراق الزهور اليابسة، وتهادى النور في تلك الفجاج الدامسة. أقبل الصبح جميلا يملأ الأفق بهاء. എല്ലാവരും പുസ്തകം നോക്കിയിരിക്കുക കേട്ടോ. പുസ്തകത്തിൽ ഈ പാട്ട് അതുപോലെ കേൾക്കാം. تمضى الزهر والطير وأمواج المياه، قد أفاق العالم الحي وظلنا للحياة، فأفيقي يا خرافي وهلمي يا شياه،
واتبعيني يا شياهي بين أسراب الطيور واملأ الوادي ثراء ومراحا وحبور. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താണ്. സ്കൂൾ അറബിക് ഗൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് 1 മുതൽ 12 വരെ അറബി പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം നിങ്ങളത് നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ അനിയന്മാർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ക്ലാസ്സുകൾ, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ ക്വിസ് മത്സരങ്ങളൊക്കെ നടക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. واسمعي همس السواقي وانشقي عطر السهول وانظري الوادي يغشيه الضباب المستنير. وأقبل الصبح يغني للحياة الناعسة والربى تحلم في ظل القصور المبارسة والصبا ترقص أوراق الزهور اليابسة وتهادى النور في تلك الفجاج الدامسة. أقبل الصبح جميلا يملأ الأفق بهاء فتمطى السحر والطير وأمواج المياه قد أفاق العالم الحي وظنى للحياة فأفيقي يا خرافي وهلمي يا شياه واتبعيني يا شياهي بين أسراب الطيور واملأ الوادي ثراء ومراحا وحبور واسمعي همس السواقي وانشقي عطر السهول وانظري الوادي يغشيه الضباب المستنير. ഈ പാട്ട് മുഴുവൻ ഇത് 2-3 ഈണങ്ങളുടെ വേറൊരു വീഡിയോ ആയിട്ട് ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് പാട്ട് 2-3 ഈണത്തിൽ കേൾക്കണമെങ്കിൽ അവിടെ പോയി കേൾക്കാം. അപ്പോൾ ഇതാണ് പാട്ടിൻ്റെ ഒരു AI ജനറേറ്റഡ് വീഡിയോ പാട്ട്. ഇതുപോലെ വേറെയും എന്താണ് പാട്ടുകൾ നിങ്ങൾക്ക് നെറ്റിൽ കാണാൻ പറ്റും. എങ്കിലും ഞാനിതൊന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, എന്താണ് ഇതിൽ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പുതിയ പ്രഭാതത്തെക്കുറിച്ചാണ് ഈ പാഠം നമ്മോട് പറയുന്നത് എന്നൊക്കെയാണ് അല്ലേ. എന്താ നമുക്ക് നോക്കാം. أقبل الصبح يغني للحياة الناعسة والربا تهلم في ظل الغصون المائسة والصبا ترقص أوراق الزهور اليابسة وتهادى النور في تلك الفجاج الدامسة. أقبل، ماذا أقبل؟ جاء، ليه ظنوا الصبح الفجر، جاء الفجر يغني. كيف أقبل الصبح؟ يغني، ينشد، പാട്ട് പാടിക്കൊണ്ടുവന്നു. ലിൽ ഹയാത്ത് അല്ലെങ്കിൽ ഉണർത്തി എന്നൊക്കെയാണ്. ആരെ? അൽ ഹയാത്ത്, അൽ ഹയാത്ത് ജീവിതം. അന്നാഇസ മദ അന്നാഇമ, ഉറങ്ങുന്ന ജീവിതത്തെ ഉണർത്തിക്കൊണ്ട് സുബ്ഹ് വന്നു എന്നാണ്. എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ അതിൽ അർത്ഥം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഉറങ്ങുന്ന പ്രഭാതം ഒരു പുതിയ ജീവിതത്തെ അല്ലെങ്കിൽ ജീവിതത്തെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. والربا تهلم في ظل الغصون المائسة والربا ماذا؟ الربا، റുബ എന്ന് വെച്ചാൽ എന്താണ്? കുന്നുകൾ കേട്ടോ. തഹ്ലും, തഹ്ലും, തഹ്ലും സ്വപ്നം കാണുന്നു. ഫി ളില്ലിൽ ഗുസൂനിൽ മാഇസ, ഫി ളില്ല് മദാ? ളില്ല്, ളില്ല് തണൽ. അൽ ഗുസൂൻ ശിഖരങ്ങൾ. ഗുസ്നുൻ ജമ്മ ഗുസൂൻ, കൊമ്പുകളുടെ തണലിൽ സ്വപ്നം കാണുന്നു. അൽ മാഇസ, മായിസ എന്താണ്? മുൽ മുത്തമായില, മുത്തമായില ആടുന്ന കൊമ്പുകൾക്ക് കീഴെ എന്താണ്? കുന്നുകൾ സ്വപ്നം കാണുന്നു. എന്ന് വെച്ചാൽ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവരെ ഉണർത്തുകയാണ്. വസ്വബാ, വസ്വബാ മാതാ? സ്വബാ, സ്വബാ എന്നാൽ കാറ്റ്. റീഹുൻ, ഈഹുൻ ഖഫീഫ്, എന്താണ്? മന്ദമാരുന്നൊക്കെ പറയില്ലേ. വസ്വബാ ചെറിയ കാറ്റ്. തുർക്കിസ്, തുർക്കിസ് അർക്കസ യുർക്കിസു, ഡാൻസ് നൃത്തം ചെയ്യിക്കുന്നു. ഔറാഖ്, വറഖുഞ്ചമ്മ് മതാ? വറഖുഞ്ചമ്മ് ഔറാഖ് ഇലകൾ. അസ്സുഹൂർ പൂക്കളുടെ. അൽ യാബിസ ഉണങ്ങിയ.
ഉണങ്ങിയ പൂക്കളുടെ ഇലകളെ ചെറു കാറ്റ് നൃത്തം ചെയ്യിക്കുന്നു. മനസ്സിലായോ? കേട്ടോ? അപ്പൊ കാറ്റ് വീശുമ്പോൾ മദ തഫ്അൽ മദ മദ തകൂൻ ഹുനാക് അൽ ഔറാഖു സുഹൂർ തർഖുസ്, ഈ സുഹൂറിന്റെ ഇലകൾ ഡാൻസ് ചെയ്യും. വ തഹാദ നൂർ, തഹാദ മദ തഹാദ ലഹറ ബിബുത്ഇൻ, മെല്ലെ മെല്ലെ ഇങ്ങനെ വരിക. മദ എന്താണ് വന്നത്? അന്നൂർ, വെളിച്ചം ദൃശ്യമായി. എവിടെ? ഫി തിൽക്കൽ ഫിജാജ്, അൽ ഫിജാജ് ഫി തിൽക്ക, ആ ഫിജാജ്, ഫജ്ജുൻ ജമ് ഫിജാജ്, ഫിജ് അല്ലെങ്കിൽ ഫജ്ജ് എന്താണ്? രണ്ട് മലകൾക്കിടയിലുള്ള സ്ഥലത്തിനാണ് ഫിജ് എന്ന് പറയുക കേട്ടോ. നിങ്ങൾ ഫജ്ജ് എവിടെ? ആ മലകൾക്കിടയിലുള്ള സ്ഥലത്ത് വെട്ടം വന്നു. അദ്ദാമിസ, ഇരുട്ട് നിറഞ്ഞ ആ മലകൾക്കിടയിലുള്ള ഗ്യാപ്പിൽ എന്ത്? വെട്ടം പതിയെ വന്നു. അതായത് സൂര്യൻ ഉദിച്ചു എന്നാണ് പറയുന്നത് അല്ലേ? അഖ്ബല അസ്സുബ്ഹു ജാഅ അസ്സുബ്ഹ്, വെട്ടം വന്നു, പ്രഭാതം വന്നു. ജമീലൻ, മനോഹരമായി. കൈഫ കാന അസ്സുബ്ഹ്? അസ്സുബ്ഹു ജമീലു. യംലഉൽ ഉഫുഖ, യംലഉ അത് നിറയ്ക്കുകയാണ്. അൽ ഉഫുഖ എന്താ? ഹൊറൈസൺ, ആ ചക്രവാളത്തെ നിറച്ചു. ബഹാഉ അതിൻ്റെ നൂറ്, വെട്ടം കേട്ടോ. ബഹാഉ പ്രഭ, ബഹാഉ. അപ്പോൾ സുറാദം അതിൻ്റെ വെട്ടം ചക്രവാളം മൊത്തം നിറയ്ക്കുന്നു. ഫതമത്ത അസ്സഹർ, തമത്ത മദ തഹറക ആടി, അസ്സഹർ സഹർ മദ പൂവ് ട്ടാ. വത്വയർ കിളികളും പൂവും ആടി. വ അംവാജ് തിരകൾ. അൽ മിയാഹ് മൗജുൻ വെള്ളത്തിരകൾ, ജലത്തിരമാലകൾ, ജലത്തിരമാലകൾ കേട്ടോ. അവിടെ ജലത്തിരമാലയുണ്ടോ? കടലിന്റെ ഭാഗമാണ് പറയുന്നത് കേട്ടോ. അത് അഫാഖൽ ആലം, അഫാഖ ഉണർന്നു, ഇസ്തൈഖള ലോകം ഉണർന്നു, അൽ ഹൈ ജീവലോകം ഉണർന്നു, അൽ ഹൈ കേട്ടോ ജീവൻ, ലൈവ്. വഗന്ന എന്നിട്ട് പാടി, ലിൽ ഹയാത്ത് പുതിയൊരു ജീവിതത്തിന് വേണ്ടി പാടിയും. ഫീക്കി യാ ഖിറാഫി, അതുകൊണ്ട് ഫീക്കി നിങ്ങൾ ഉണരണം. യാ ഖിറാഫി, ഖരീഫുൻ ജമ്മ ഖിറാഫ് അല്ല, ഖിറാഫുൻ ജമ്മ ഖറൂഫ് കേട്ടോ. ഫീക്കി യാ ഖിറാഫി, ആട്ടിൻപറ്റമേ നിങ്ങൾ ഉണരുക. വ ഹലുമ്മി ഓടിവാ, മുമ്പോട്ട് വാ. യാ ഷിയാഹ്, ഷാത്തുൻ ജമ്മ ഷിയാഹ്, ആട്ടിൻപറ്റമേ നിങ്ങൾ ഓടി വരൂ. നിങ്ങൾ പുതിയ ഒരു ലോകത്തേക്ക് നിങ്ങൾക്ക് ഉണർന്ന് മുമ്പോട്ട് പോകാം. എന്താണ്? എന്നെ ഫോളോ ചെയ്യാൻ. ഈ അഷിയാഹി ആട്ടിൻപറ്റമേ. എങ്ങനെ? ബൈന അസ്റാബ്, സിർബുഞ്ചമ അസ്റാബ് ജംഅ് കൂട്ടം ട്ടോ. അത്തുയൂർ പക്ഷിക്കൂട്ടങ്ങൾക്കിടയിൽ നിങ്ങൾ എന്നെ പിന്തുടരൂ. പിന്നെയോ വംലഈ നിങ്ങൾ നിറയ്ക്കണം. അൽ വാദി ഈ താഴ്വര എന്ന് നിറയ്ക്കണം. സുഹാ എന്ന് പറഞ്ഞാൽ ഷൗത്തുഷിയാത്ത്, ഈ ഇതിൻ്റെ ശബ്ദത്തിനാണ് സുഹ എന്ന് പറയുക കേട്ടോ. അത് നടക്കണം. വ മിറാഹൻ വഹുബൂർ, മിറാഹ് ആനന്ദം, സന്തോഷം, വഹുബൂർ ആനന്ദം, സന്തോഷവും ആനന്ദവും നിറച്ച് നിങ്ങൾ ഈ വാദിയെ സുഹ ശബ്ദമുഖരിതമാക്കണം എന്നാ പറയണം. വസ്മഈ നിങ്ങൾ കേൾക്കണം. ഹംസ് എന്ന് വെച്ച ശബ്ദം അല്ലെങ്കിൽ മന്ത്രണം എന്നൊക്കെയാണ് കേട്ടോ. അസ്സവാഖി സാഖിയത്തുൻ ജമ സവാഖി, നിങ്ങളിങ്ങനെ ഈ വെള്ളം ഇങ്ങനെ പണ്ട് വയനാട് ഭാഗത്തൊക്കെ, വയനാടും ആലപ്പുഴയിലൊക്കെ, ആലപ്പുഴയിലാണ് ഉള്ളത്, വെള്ളം ഇങ്ങനെ ഈ ഇതിലേക്ക് തേകാൻ വേണ്ടിയിട്ട്, പാടങ്ങളിലേക്ക് തേകാൻ വേണ്ടി ഒരു ജലചക്രം കണ്ടിട്ടില്ലേ? അതാണ് സാഖിയത്ത് കേട്ടോ. അതിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുക. വൻഷിഖീ നിങ്ങൾ, വഷുമ്മീൻ നിങ്ങൾ മണക്കണം. ഐത്തർ മണം, അസ്സുഹൂർ പൂക്കളുടെ മണം നിങ്ങൾ ആസ്വദിക്കുവിൻ. വൻലുരിൽ വാദി നിങ്ങൾ ഈ മലനിരയിലേക്ക് നോക്കൂ. യുഹഷീഹി അതിനെ മൂടിയിരിക്കുന്നു. എന്ത്? അൽ ലബാബ്, ലബാബ് മത അൽ അൽ ഖിയാം എന്താണ്? നമ്മുടെ മേഘം, അൽ മുസ്തനീർ തെളിഞ്ഞ മേഘം അതിനെ മൂടിയിട്ടുണ്ട് എന്ന് ആര് പറയുകയാണ്? കവി പറയുക. അപ്പൊ പുതിയ ഒരു പ്രഭാതത്തെ ഓർമ്മിപ്പിക്കുന്ന, പുതിയ ഒരു എന്താണ് ദിവസത്തെ ഓർമ്മിപ്പിക്കുന്ന, പുതിയ ഒരു നാളെയെ ഓർമ്മിപ്പിക്കുന്ന പ്രഭാതം, അതിൻ്റെ ആദ്യ ഭാഗമായി നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിൽ കുറച്ച് ഇതിൻ്റെ മുഫ്രദാത്ത് വാക്കുകളുടെ മീനിങ്, അതിൻ്റെ അർത്ഥത്തിൽ നായിസ നായിമ ഉറങ്ങുന്ന, അറുബ മാ അർത്തഫ മിനൽ അറുബ് ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന സ്ഥലം നടത്തും. മായിസ മുത്തമായില
ആടിക്കളിക്കുന്ന. യാബിസ ജാഫ ഉണങ്ങിയത്. തഹാദ എന്ന് വെച്ചാൽ ദഹറബിബുത്തൈൻ പതിയെ പ്രകടമാകുക, വെളിവാകുക. ദാമിസ എന്ന് വെച്ചാൽ മുന്തിലിമ. ഇതൊക്കെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്താണ് വൺ വേർഡ് അല്ല, ഈ മുത്തറാദിഫായിട്ട് ചോദിക്കുന്ന കേട്ടോ. മുത്തറാദിഫ് സമാന പദം. ബഹ എന്ന് വെച്ചാൽ ജമാൽ, ഭംഗി, പ്രഭ. ഉഫുഖ് അൽ മഷ്രിഖ് വൽ മഗ്രിബ് ചക്രവാളം. തമത്ത തഹറക്ക ഇളകി. അഫാഖ ഇസ്തൈഖള ഉണർന്നു. ഫീക്കി ഇസ്തൈഖിലി. അസ്വബ റീഹുൻ ഹഫീഫ് ചെറിയ കാറ്റ്. അൽ ഫിജാജ് ജംഉ ഫജ് ത്വരീഖു ബൈനുൽ ജബലൈൻ രണ്ട് മലകൾക്കിടയിലുള്ള സ്ഥലം. പിന്നെ ഹലുമ്മി എന്ന് വെച്ചാൽ തആലൈ. അൽ ഖിറാഫ് മുഖറൂഫ് ഷാത്ത് ജമു ഷാത്ത്. ഷിയാഹ് ജമു ഷാത്തിന്റെ ജമാണ് ഷിയാഹ്. അസ്റാബ് ജമു സിർബ് ജമാഅത്തു തുയൂർ പക്ഷികളുടെ കൂട്ടം. സുഗ എന്താണ് സൗത്ത് ഷാത്ത് അൻപോട് ചോദിക്കാനുള്ള സാധ്യതകളാണ്. മിറാഹ് സുറൂർ സന്തോഷം. ഹുബൂർ എന്ന് വെച്ചാലും സുറൂർ. എന്താണ് സൗത്ത് അസൗത്തിൽ ഖഫി ചെറിയ ശബ്ദം. സവാഖി ജമു സാഖിയ. ആലത്തും റഫേൽ മാ വെള്ളം ഉയർത്താനുള്ള ഉപകരണം. ഇൻഷിക്കി എന്ന് വെച്ചാൽ ഷുമ്മി. യുഗഷി യുഗത്തി മൂടുക, ഇത് മണക്കുക. ലബാബ് സഹാബൻ യുഗത്തിൽ അർലക ദുഖാൻ ദുഖാൻ പോലെ പുക പോലെ എന്താണ് ഭൂമിയെ മൂടുന്ന മേഘം എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ല ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാല്ല ബാക്കി ക്ലാസ്സുകൾ തുടർച്ചയായി ഈ ചാനലിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ മക്കൾ നന്നായി പാഠങ്ങൾ മനസ്സിലാക്കുക, മുമ്പോട്ട് പോവുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അള്ളാഹു എല്ലാവരെയും നന്നായി പഠിക്കാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.